ജനിമൃതിയിലും നീയേ അതിമധുര ചുംബന നേരം അറിയും അനുപമരാഗം ചിരപ്രണയമേ പ്രണയമേ അണയുമോ അരികിലായി നീലാഞ്ചന കണ്ണഴകേ നീഹാര നിലവഴകേ നീ എന്നിണക്കമിനിയേ കൺമണിയേ നീലാഞ്ചന കണ്ണഴകേ നീഹാര നിലവഴകേ നീ വീട് നവീൻ, ഞാൻ പോട്ടെ. കൺമണിയേ. ഡോക്ടർ, പേഷ്യന്റ് കണ്ണു തുറന്നു. തങ്കം, തങ്കം, കണ്ണു തുറന്നോളൂ തങ്കം. ഒന്നും പേടിക്കണ്ട കേട്ടോ. ഓപ്പറേഷനൊക്കെ ഭംഗിയായിട്ട് കഴിഞ്ഞു. ഒരു പ്രശ്നവുമില്ല. ഡോക്ടറെ, കൃഷ്ണമോൾ എവിടെ? എനിക്ക് അവളെ കാണണം. ആ സിസ്റ്ററെ, ആ കുട്ടി പുറത്തുണ്ടെങ്കിൽ ഒന്നിങ്ങോട്ട് വേഗം വരാൻ പറയൂ. ഡോക്ടർ. തങ്കം, മോൾ ഇപ്പൊ വരും കേട്ടോ. എല്ലാം നന്നായി നടന്നു. എല്ലാ ദൈവാനുഗ്രഹവും ഉണ്ട്. ഇനി അധികം വൈകാതെ വിവാഹം നടക്കണം. നിന്നെ ഞങ്ങൾക്ക് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരണം. സത്യം പറഞ്ഞ അമ്മയ്ക്ക് കാത്തിരിക്കാനൊന്നും വയ്യ. ചിത്താരയ്ക്ക് സമ്മതമാണെങ്കിൽ ഇപ്പൊ തന്നെ എന്റെ കുട്ടിയെ ഞാൻ ഇവിടെ തന്നെ നിർത്തിക്കോളാം. എങ്കില് അങ്ങനെയൊന്ന് ആലോചിച്ചൂടെ സിത്താര മാഡം? വേണമെങ്കിൽ ഹൽദിയുടെ ബാക്കിയായിട്ട് നമുക്ക് താലികെട്ടും കൂടെ നാഗത്തറ വെച്ച് നടത്തിക്കളയാന്നേ. ഒന്നും മിണ്ടാതിരിട മാണിക്കുഞ്ഞെ. ഒരഭിപ്രായം പറയുമ്പോ അത് സൂക്ഷിച്ചും കണ്ടൊക്കെ വേണ്ടേ? കാര്യങ്ങളൊക്കെ അതിന്റെ ചടങ്ങ് പോലെ നടക്കട്ടെ. എങ്കിൽ ഞങ്ങളെന്നെ ഇറങ്ങട്ടെ. പോയിട്ട് വാ മോളെ. വിട്ടുകൊടുക്ക് സാറേ, മാഡത്തിന് പോകണ്ടേ? ഓരോ ചടങ്ങ് കഴിയും തോറും
ഞാൻ തന്നിലേക്ക് കൂടുതൽ അടുത്തോണ്ടിരിക്കുവാടാ. ആര് കളിയാക്കിയാലും കുഴപ്പമൊന്നുമില്ല. പിരിയാൻ പറ്റില്ലെന്ന അവസ്ഥ. അവരുടെ മകൾ ഇതുവരെ വന്നില്ലേ? ഇല്ല. പേഷ്യന്റ് വീണ്ടും വീണ്ടും ആ കുട്ടിയെ കാണണമെന്നും പറഞ്ഞോണ്ടിരിക്കുക. ഒന്ന് രണ്ട് സാധനങ്ങൾ എടുക്കാൻ വേണ്ടി വീട് വരെ പോയതാ ഡോക്ടറെ. ഇപ്പോ വിളിച്ചിട്ട് കിട്ടുന്നില്ല. നോക്കൂ, ഓപ്പറേഷൻ കഴിഞ്ഞ് ഇത്രയും പെട്ടെന്ന് തങ്കത്തിന് ബോധം തെളിഞ്ഞത് നല്ലൊരു കാര്യമാ. പക്ഷേ മോളെ കാണാതെ അവർ വീണ്ടും ടെൻഷൻ ആവുകയും അതുവഴി ഉറക്കത്തിലേക്കോ മറ്റോ പോവുകയാണെങ്കിൽ അതല്പം അപകടമാ. അയ്യോ, ഒരു കാര്യം ചെയ്യും, ആരെങ്കിലും ഒരാൾ പോയി ആ കുട്ടിയെ കൂട്ടിക്കൊണ്ടുവരും. ഞാൻ പോയിട്ട് വരാം ഡോക്ടറെ. കൃഷ്ണേ, എവിടെയായിരുന്നു കുട്ടി ഇതുവരെ? അമ്മ പലതവണയായി അന്വേഷിക്കുന്നു. വരൂ. ചെല്ലുമോളെ.